പരിശുദ്ധ ദൈവമാതാവിൻ്റെ വണക്കമാസം 18-ാം ദിവസം. പരിശുദ്ധ കന്യകയുടെ കന്യാത്വം. മാതൃത്വവും കന്യാത്വവും രണ്ടും സ്ത്രീകൾക്ക് ഭൂഷണങ്ങളാണ്. സ്വാഭാവിക തലത്തിൽ ഇവ രണ്ടും ഒരു വ്യക്തിയിൽ സമ്മേളിക്കുക അസാധ്യമാണ്. എന്നാൽ ദിവ്യജനനി ആ നിയമത്തിന് അപവാദമായിരിക്കുന്നു. ദൈവശാസ്ത്രത്തിൽ കന്യകാത്വം ഒരു സുകൃതമാണ്. ഒരർത്ഥത്തിൽ പരിശുദ്ധ കന്യകയുടെ കന്യാത്വമാണ് ലോകപരിത്രാതാവിനെ ജനിപ്പിച്ചത്. അതിനാൽ കന്യാത്വം ആധ്യാത്മിക ജനനത്തിൻ്റെ ഉറവിടമായി. പരിശുദ്ധ കന്യകയുടെ കന്യാത്വത്തിൻ്റെ കാന്തി പ്രചുരമയ്ക്ക് യാതൊരു കോട്ടവും തട്ടാതെയാണ് മിശിഹ ജനിച്ചത്. അനുവദനീയമായ ലൈംഗിക സുഖഭോഗങ്ങൾ പോലും പരിത്യജിച്ച് ആത്മശരീര വിശുദ്ധി ആജീവനാന്തം പാലിക്കുക എന്നതാണ് കന്യാത്വം കൊണ്ട് വിവക്ഷിക്കുന്നത്. വിരക്തിക്ക് വിരോധമായ എല്ലാ വിചാരങ്ങളിലും ആഗ്രഹങ്ങളിലും നിന്ന് പ്രതിനിവർത്തിച്ച് സർവസംഘ പരിത്യാഗികളായി ജീവിക്കുന്നവർക്ക് മാനസിക കന്യാത്വമുണ്ട്. പരിശുദ്ധ കന്യക മിശിഹായെ ഗർഭം ധരിക്കുന്നതിന് മുമ്പും പരിശുദ്ധാത്മാവിനാൽ ഈശോയെ ഗർഭം ധരിച്ച ശേഷവും ജീവിക്കുന്നവർക്ക് പ്രസവിച്ച ശേഷം മാനസികമായ യാതൊരു സംഭവിച്ചില്ല. പരിശുദ്ധ കന്യക മിശിഹായെ ഗർഭം ധരിക്കുന്നതിനുള്ള വിശ്വാസമായിരുന്നു. കണ്ടാലും ഈശോയെ ഗർഭം ധരിച്ചതിന് ശേഷവും അവിടുത്തെ പ്രസവിച്ച ശേഷവും എന്ന് വിളിക്കും. കന്യാത്വത്തിന് യാതൊരു ഭംഗവും സംഭവിച്ചില്ല. അപ്പസ്തോലിക കന്യകാലം മുതലുള്ള വിശ്വാസം ഉദ്യോതിപ്പിക്കുന്നു. കണ്ടാലും കന്യക ഗർഭം ധരിച്ചതിനെ പറ്റി ഒരു പ്രതിപാദിക്കുമ്പോൾ ദൈവദൂതൻ യോസേഫ് എന്ന പുരുഷനോട് വിവാഹം നിശ്ചയിക്കപ്പെട്ടിരുന്ന കന്യകയുടെ പക്കലേക്ക് അയക്കപ്പെട്ടു. മേരി ദൂതനോട് പറഞ്ഞ വാക്കുകളും അത് പ്രസ്പഷ്ടമാക്കുന്നുണ്ട്. ഞാൻ പുരുഷനെ അറിയാത്തതിനാൽ ഇത് എങ്ങനെ സംഭവിക്കും? പരിശുദ്ധ കന്യക കന്യാവ്രതം അർപ്പിച്ചിരുന്നു എന്ന് അനുമാനിക്കാമെന്ന് വിശുദ്ധ അഗസ്തീനോസ് പ്രസ്താവിക്കുന്നു. ദൈവദൂതൻ ഉടൻ തന്നെ മേരിയുടെ സംശയ നിവാരണം നടത്തി. പരിശുദ്ധാത്മാവ് വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. അതിനാൽ നിന്നിൽ നിന്ന് പിറക്കുന്നവൻ പരിശുദ്ധനാകുന്നു, ദൈവത്തിൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടുകയും ചെയ്യും. ഇതാ നിന്റെ ചർച്ചക്കാരിയായ ഏലീശോ തന്നെയും അവരുടെ വാർദ്ധക്യത്തിൽ ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധ്യ എന്ന് വിളിക്കപ്പെടുന്ന അവൾക്ക് ഇത് 6-ാം മാസമായിരിക്കുന്നു. ദൈവത്തിന് ഒരു കാര്യവും പ്രയാസമുള്ളതല്ലല്ലോ. ഇവിടെ സാധാരണ രീതിയിൽ അസാധ്യമായ ഒന്നിൻ്റെ സാധ്യതയെപ്പറ്റി അഥവാ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിലുള്ള ഗർഭധാരണമാണ് ദൈവദൂതൻ്റെ വിവക്ഷ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം ഇത് വ്യക്തമാക്കുന്നു. ഈശോ മിശിഹായുടെ പിറവി ഇപ്രകാരമായിരുന്നു. അവൻ്റെ അമ്മയായ മറിയം യൗസേപ്പിനോട് വിവാഹം ചെയ്യപ്പെട്ടിരിക്കെ അവർ സംഗമിക്കുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു. ഇന്ന് ലൈംഗികാതിപ്രസരവാദവും ലൈംഗിക അരാജകത്വവും ശക്തി പ്രാപിച്ചു വരുന്ന ഈ അവസരത്തിൽ പരിശുദ്ധ കന്യകയുടെ മാതൃക നമുക്ക് ആത്മശരീര വിശുദ്ധിയോടുകൂടി ജീവിക്കുവാൻ പ്രചോദനമരുളണം. ഓരോ ജീവിതാന്തസ്സിലുള്ളവരും അവരവരുടെ ജീവിതാന്തസ്സിനനുസരണമായ ശുദ്ധത പാലിക്കണം. പരിശുദ്ധ കന്യകയുടെ നേരെയുള്ള ഭക്തി ശുദ്ധതയുടെ ഏറ്റവും സുനിശ്ചിതമായ അടയാളമാണ്. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ അവർ ദൈവത്തെ കാണും. ശുദ്ധത പാലിക്കുന്നവരെ പരിശുദ്ധ കന്യകയും ഈശോയും വളരെയധികം സ്നേഹിച്ചിരുന്നു. സംഭവം: അയർലൻഡിലെ വിശുദ്ധ ബ്രിജിറ്റ് വളരെ സൗന്ദര്യവതിയായിരുന്നു. അവൾ പരിശുദ്ധ കന്യകയുടെ നേരെ അതിയായ ഭക്തിയുള്ളവളുമായിരുന്നു. കന്യാവ്രതം വാഗ്ദാനം ചെയ്തിരുന്നു. പക്ഷേ മാതാപിതാക്കന്മാർ വിവാഹം കഴിക്കുവാൻ നിർബന്ധിച്ചു. ഒരു പ്രഭുകുമാരൻ അവളെ വിവാഹം കഴിക്കുവാൻ ആഗ്രഹിച്ചു. ബ്രിജിറ്റ് കന്യാവ്രതം അർപ്പിച്ചിരുന്നതുകൊണ്ട് വിവാഹത്തിൽ വൈമുഖ്യം പ്രദർശിപ്പിക്കുകയാണ് ചെയ്തത്. മാത്രമല്ല, അവൾക്കൊരു രോഗം പിടിപെട്ട് അവളുടെ സൗന്ദര്യത്തിന് കോട്ടം സംഭവിച്ചു. ശുദ്ധതയോടുള്ള സ്നേഹനിമിത്തം അവൾ തന്നെ അവളുടെ മുഖം വിരൂപമാക്കി. തന്നിമിത്തം വിവാഹാലോചനകളെല്ലാം മാതാപിതാക്കന്മാർ ഉപേക്ഷിച്ചു. കുറേ നാൾ കഴിഞ്ഞ് അത്ഭുതമെന്ന് പറയട്ടെ, അവളുടെ പൂർവ്വ സൗന്ദര്യം അവൾക്ക് തിരിച്ചു വന്നു. അവൾ പിന്നീട് പരിശുദ്ധ കന്യകയോട് ഏറ്റവും സാരൂപ്യം പ്രാപിച്ചു. അതിനാൽ അയർലൻഡിലെ മേരി എന്ന അപരാഭിധാനത്തിനർഹയായി തീർന്നു.
എല്ലാ വിശുദ്ധരും അവരുടെ ശുദ്ധത സംരക്ഷിക്കുന്നതിനായി പരിശുദ്ധ കന്യകയോട് അനാദൃശ്യമായ ശക്തി പ്രകടിപ്പിച്ചിരുന്നു. അവൾ കന്യകകളുടെ രാജ്ഞിയാണ്. പരിശുദ്ധ കന്യകയുടെ നേരെയുള്ള ഭക്തി ശുദ്ധതയുടെ ഏറ്റവും സുനിശ്ചിതമായ അടയാളമാണ്. ഇന്നത്തെ ലൈംഗികാതിപ്രസരവാദം ശുദ്ധതയെ വളരെ അപകടത്തിലാക്കിയിരിക്കുന്നു. പ്രാർത്ഥന. പരിശുദ്ധ കന്യകയെ, അങ്ങ് അവിടുത്തെ കന്യാവ്രതത്തെ ഏറ്റവും വിലമതിച്ചിരുന്നല്ലോ. ദൈവമാതൃത്വം അങ്ങേക്ക് നൽകിയ അവസരത്തിൽ പോലും അവിടുന്ന് അതിനെ വളരെ സ്നേഹിച്ചിരുന്നു എന്ന് വ്യക്തമാക്കുന്നു. ഞങ്ങൾ ആത്മശരീര വിശുദ്ധിയോടുകൂടി ജീവിക്കുവാനുള്ള അനുഗ്രഹം നൽകണമേ. ഇന്ന് അനേകർ തങ്ങളുടെ ആത്മനൈർമല്യത്തെ കളങ്കപ്പെടുത്തി ജീവിക്കുന്നു. അവർക്കെല്ലാവർക്കും മാനസാന്തരത്തിനുള്ള പ്രചോദനം ലഭിക്കട്ടെ. കന്യകാംബികയെ, അങ്ങാണല്ലോ എല്ലാവർക്കും ഹൃദയശുദ്ധതയോടുള്ള സ്നേഹം നൽകുന്നത്. ഞങ്ങളും അതിനെ വിലമതിക്കുവാനുള്ള ജ്ഞാനം പ്രദാനം ചെയ്യണമേ. ആമേൻ. എത്രയും ദയുള്ള മാതാവേ, നിന്റെ സംഗീതത്തിലോടി വന്ന് നിന്റെ മധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവനെ നീ ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ. കന്യകളുടെ രാജ്ഞി കന്യകയെ, ദയുള്ള മാതാവേ, വിശ്വസ്തത ധൈര്യപ്പെട്ട് നിന്റെ തൃപാദത്തിങ്കൽ ഞങ്ങൾ അണയുന്നു. വിലപിച്ച കണ്ണുനീർ ചിന്തി പാപിയായ ഞാൻ എൻ്റെ ദേഹത്തെ കാത്തുകൊണ്ട് നിൽക്കുന്നു. അവതരിച്ച വചനത്തിൽ മാതാവേ, ഞങ്ങളുടെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയപൂർവ്വം കേട്ടുകൊള്ളണമേ. ആമേൻ. ബാക്കിയുള്ള പ്രാർത്ഥനയും ലുത്തിനിയായും 10-ാം ഭാഗം കാണുക. സുഹൃത ജപം. കളങ്കരഹിതയായ കന്യകയെ, നിഷ്കളങ്കരായി ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കളങ്കരഹിതയായ കന്യകയെ, നിഷ്കളങ്കരായി ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കളങ്കരഹിതയായ കന്യകയെ, നിഷ്കളങ്കരായി ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ.